നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നത് പ്രധാനപ്പെട്ട മുൻവർഷ ചോദ്യങ്ങളും റിലേറ്റഡ് ചോദ്യങ്ങളുമാണ്. 1. സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി ഇന്ത്യൻ ഗവൺമെന്റ് ആവിഷ്കരിച്ച നിയമങ്ങൾ. സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി ഇന്ത്യൻ ഗവൺമെന്റ് ആവിഷ്കരിച്ച നിയമങ്ങൾ. ഓപ്ഷൻ ബി, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000. IT ആക്ട് 2000 ആണ് സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി ഇന്ത്യൻ ഗവൺമെന്റ് ആവിഷ്കരിച്ച നിയമങ്ങൾ. ഇന്ത്യയിൽ ആദ്യമായി നിലവിൽ വന്ന സൈബർ ലോയാണ് IT ആക്ട് 2000. ഇന്ത്യയിൽ ആദ്യമായി നിലവിൽ വന്ന സൈബർ ലോയാണ് IT ആക്ട് 2000. IT ആക്ട് 2000 പാസ്സായത് പാസ്സായത് ജൂൺ 9, 2000-ലാണ്. ജൂൺ 9, 2000-ലാണ് IT ആക്ട് പാസ് ആയത്. IT ആക്ട് നിലവിൽ വന്നത് ഒക്ടോബർ 17, 2000-ലാണ്. IT ആക്ട് പാസ്സായത് ജൂൺ 9, 2000. IT ആക്ട് നിലവിൽ വന്നത് 2000 ഒക്ടോബർ 17-നാണ്. IT ആക്ട് ഭേദഗതി ചെയ്ത വർഷം 2008-ആണ്. IT ആക്ട് അമെൻമെന്റ് വന്നത് 2008-ആണ്. കേരളത്തിലെ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ വരുന്നത് പട്ടമാണ്. പട്ടം തിരുവനന്തപുരമാണ്. ഇന്ത്യയിൽ ആദ്യമായി നിലവിൽ വന്ന സൈബർ ലോ IT ആക്ട് 2000. IT ആക്ട് പാസ്സായത് 2000 ജൂൺ 9. IT ആക്ട് നിലവിൽ വന്നത് 2000 ഒക്ടോബർ 17-നാണ്. IT ആക്ട് ഭേദഗതി ചെയ്ത വർഷം 2008-ആണ്. കേരളത്തിലെ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ പട്ടം തിരുവനന്തപുരം. 2. വേൾഡ് വൈഡ് വെബ് ആവിഷ്കരിച്ചത്. WWW ആവിഷ്കരിച്ചത്. ഓപ്ഷൻ ഡി, ടിം ബെർണേഴ്സി. ഓപ്ഷൻ ഡി, ടിം ബെർണേഴ്സി ആണ് വേൾഡ് വൈഡ് വെബ് ആവിഷ്കരിച്ചത്. WWWന്റെ ഉപജ്ഞാതാവാണ് ടിം ബെർണേഴ്സി. വേൾഡ് വൈഡ് വെബിന്റെ ആസ്ഥാനം വരുന്നത് ജനീവയാണ്. വേൾഡ് വൈഡ് വെബിന്റെ ആസ്ഥാനം വരുന്നത് ജനീവയാണ്. വേൾഡ് വൈഡ് വെബ് ആവിഷ്കരിച്ചത് ടിം ബെർണേഴ്സി. കമ്പ്യൂട്ടറിന്റെ തലച്ചോറ് എന്നറിയപ്പെടുന്ന ഭാഗം. 3. കമ്പ്യൂട്ടറിന്റെ തലച്ചോറ് എന്ന് അറിയപ്പെടുന്ന ഭാഗം. ഓപ്ഷൻ സി, CPU ആണ്. കമ്പ്യൂട്ടറിന്റെ തലച്ചോറ് CPU. CPUവിന്റെ 3 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വരുന്നത് ALU, അർത്തമെറ്റിക്കൽ ലോജിക്കൽ യൂണിറ്റ്. ALU, അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. ഗണിത ക്രിയകൾ, വിശകലനങ്ങൾ എന്നീ പ്രക്രിയകൾ നടത്തുന്ന കമ്പ്യൂട്ടറിന്റെ ഭാഗമാണ് ALU, അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. അടുത്ത് CU, കൺട്രോൾ യൂണിറ്റ്. കമ്പ്യൂട്ടറിന്റെ എല്ലാ യൂണിറ്റുകളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന യൂണിറ്റാണ് CU, കൺട്രോൾ യൂണിറ്റ്. അടുത്തത് MU, മെമ്മറി യൂണിറ്റ്. ഇൻപുട്ട് ഉപകരണങ്ങൾ വഴി കമ്പ്യൂട്ടറിൽ എത്തുന്ന വിവരങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ സഹായിക്കുന്ന കമ്പ്യൂട്ടറിന്റെ യൂണിറ്റാണ് MU. പ്രധാന യൂണിറ്റുകൾ ALU, CU, MU. 4. കമ്പ്യൂട്ടർ പ്രവർത്തനങ്ങളെ വിശദീകരിക്കുന്ന പ്രോഗ്രാമിനെ വിളിക്കുന്ന പേര്. ഓപ്ഷൻ സി, സോഫ്റ്റ്വെയർ. കമ്പ്യൂട്ടർ പ്രവർത്തനങ്ങളെ വിശദീകരിക്കുന്ന പ്രോഗ്രാമിനെ വിളിക്കുന്ന പേര് സോഫ്റ്റ്വെയർ. കാണുവാനും സ്പർശിക്കുവാനും സാധിക്കുന്ന കമ്പ്യൂട്ടറിന്റെ ഭാഗമാണ് ഹാർഡ്വെയർ. കാണുവാനും സ്പർശിക്കുവാനും സാധിക്കുന്ന കമ്പ്യൂട്ടറിലെ ഭാഗങ്ങളാണ് ഹാർഡ്വെയർ. സ്പർശിക്കാൻ സാധിക്കാത്ത കമ്പ്യൂട്ടർ ഭാഗമാണ് സോഫ്റ്റ്വെയർ. 5. ഇന്റർനെറ്റ് ശൃംഖലയ്ക്ക് തുടക്കമിട്ട രാജ്യം. ഓപ്ഷൻ സി, USA. 6. ഇലക്ട്രിക് ബൾബിന്റെ ഫിലമെന്റ് നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം. ഓപ്ഷൻ ബി, ടങ്സ്റ്റൺ. ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ചത് തോമസ് ആൽവ എഡിസൺ ആണ്.
ഇലക്ട്രിക് ബൾബിന്റെ ഫിലമെന്റ് നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം ഓപ്ഷൻ ബി ടങ്സൺ. 7 ക്ലാവിന്റെ രാസനാമം ഓപ്ഷൻ ഡി ബേസിക് കോപ്പർ കാർബണേറ്റ്. ക്ലാവിന്റെ രാസനാമം ബേസിക് കോപ്പർ കാർബണേറ്റ്. 8 രാസോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്ന ഉപകരണം. രാസോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്ന ഉപകരണം ഓപ്ഷൻ സി ഗാൽവനിക് സെൽ. ടി വി റിമോട്ടിൽ ഉപയോഗിക്കുന്ന കിരണമേത്? ടി വി റിമോട്ടിൽ ഉപയോഗിക്കുന്ന കിരണമേത്? ഓപ്ഷൻ ബി ഇൻഫ്രാറെഡ് രശ്മി. 10 രക്തസമ്മർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ. രക്തസമ്മർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഓപ്ഷൻ എ ആൽബുമിൻ. 11 ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗനിർണയ നിരോധന നിയമം ഇന്ത്യയിൽ പാസാക്കിയ വർഷം ഓപ്ഷൻ ഡി 1994. ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗനിർണയ നിരോധന നിയമം ഇന്ത്യയിൽ പാസാക്കിയ വർഷം 1994. 12 ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ദിനമെന്ന്. ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ദിനമെന്ന് ഓപ്ഷൻ സി ഓഗസ്റ്റ് 12. ദേശാടന പക്ഷികളുടെയും മൃഗങ്ങളുടെയും ആവാസ വ്യവസ്ഥകളുടെ സംരക്ഷണത്തിനും സുസ്ഥിര ഉപയോഗത്തിനും ആഗോള വേദി നൽകുന്ന ഐക്യരാഷ്ട്രസഭയുടെ പാരിസ്ഥിതിക ഉടമ്പടി. ദേശാടന പക്ഷികളുടെയും മൃഗങ്ങളുടെയും ആവാസ വ്യവസ്ഥകളുടെ സംരക്ഷണത്തിനും സുസ്ഥിര ഉപയോഗത്തിനും ആഗോള വേദി നൽകുന്ന ഐക്യരാഷ്ട്രസഭയുടെ പാരിസ്ഥിതിക ഉടമ്പടി ഓപ്ഷൻ എ ബോൺ കൺവെൻഷൻ. 14 വൃക്ഷലതാദികളുടെ സംരക്ഷണത്തിനായി ഇന്ത്യയിൽ ആരംഭിച്ചതും പിന്നീട് യൂറോപ്പിലേക്ക് കൂടി പ്രവർത്തനം വ്യാപിച്ചതുമായ സംഘടന ഏതാണ്? വൃക്ഷലതാദികളുടെ സംരക്ഷണത്തിനായി ഇന്ത്യയിൽ ആരംഭിച്ചതും പിന്നീട് യൂറോപ്പിലേക്കും കൂടി പ്രവർത്തനം വ്യാപിച്ചതുമായ സംഘടന ഏതാണ്? ബി ലോബയാൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദമേത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദമേത്? ഓപ്ഷൻ ബി ഗ്രന്ഥം. ശരിയായ പദം ഓപ്ഷൻ ബി. ശരിയായ വാക്യമേത്? ശരിയായ വാക്യമേത്? എ അസുഖം മൂലമാണ് കുട്ടി ക്ലാസ്സിൽ ഹാജരാക്കാത്തതിന് കാരണം. തെറ്റ്. അസുഖം നിമിത്തമാണ് കുട്ടി ക്ലാസ്സിൽ വരാതിരിക്കാൻ കാരണം. അസുഖം നിമിത്തമാണ് കുട്ടി ക്ലാസ്സിൽ വരാതിരിക്കാൻ കാരണം. തെറ്റ്. അസുഖം നിമിത്തമാണ് കുട്ടി ക്ലാസ്സിൽ ഹാജരാകാത്തത്. ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. അസുഖം നിമിത്തമാണ് കുട്ടി ക്ലാസ്സിൽ ഹാജരാകാത്തത്. അസുഖം കൊണ്ടാണ് കുട്ടി ക്ലാസ്സിൽ ഹാജരാകാതിരിക്കാൻ കാരണം. തെറ്റ്. അപ്രിയ സത്യം എന്നതിന്റെ ഇംഗ്ലീഷ് ഏതാണ്? അപ്രിയ സത്യം എന്നതിന്റെ ഇംഗ്ലീഷ് ഏതാണ്? ഓപ്ഷൻ എ ഹോം ട്രൂത്ത്. അന്യന്റെ ഉയർച്ചയിലേക്കുള്ള അസഹിഷ്ണുത ഒറ്റപ്പദമേത്? അന്യന്റെ ഉയർച്ചയിലേക്കുള്ള അസഹിഷ്ണുത ഒറ്റപ്പദമേത്? ഓപ്ഷൻ ബി ഈർഷ്യ. തേര് എന്ന പദത്തിന് സമാനമായ പദമേത്? തേര് എന്ന പദത്തിന് സമാനമായ പദമേത്? ഓപ്ഷൻ എ സൃന്ദനം. അമരം എന്ന പദത്തിന്റെ വിപരീത പദമേത്? അമരം എന്ന പദത്തിന്റെ വിപരീത പദമേത്? ഓപ്ഷൻ ബി അണിയം. വെറുതെ പേടിപ്പിക്കുക എന്നർത്ഥം വരുന്ന ശൈലി ഏത്? വെറുതെ പേടിപ്പിക്കുക എന്നർത്ഥം വരുന്ന ശൈലി ഏത്? ഓപ്ഷൻ സി ഓലപ്പാമ്പ് കാട്ടുക. വെറുതെ പേടിപ്പിക്കുക എന്നർത്ഥം വരുന്ന ശൈലി ഓപ്ഷൻ സി ഓലപ്പാമ്പ് കാട്ടുക. ചേർത്തെഴുതുക. അതി പ്ലസ് ഉത്സാഹം. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി അത്യുത്സാഹം. അതി പ്ലസ് ഉത്സാഹം അത്യുത്സാഹം. പാപി എന്ന ശബ്ദത്തിന്റെ എതിർലിംഗ ശബ്ദമേത്? പാപി എന്ന ശബ്ദത്തിന്റെ എതിർലിംഗ ശബ്ദമേത്? ഓപ്ഷൻ ബി പാപിനി. പാപി പാപിനി.
മഴ പെയ്തു ഉഷ്ണം ശമിച്ചില്ല. അർത്ഥവ്യത്യാസം വരാതെ ഘടകപദം ഉപയോഗിച്ച് വാക്യങ്ങൾ ചേർത്തെഴുതുക. മഴ പെയ്യുകയോ ഉഷ്ണം ശമിക്കുകയോ ഉണ്ടായില്ല. തെറ്റ്. മഴ പെയ്യുകയും ഉഷ്ണം ശമിക്കുകയും ചെയ്തു. തെറ്റ്. മഴ പെയ്തെങ്കിലും ഉഷ്ണം ശമിച്ചില്ല. ആൻസർ ഓപ്ഷൻ എ.